നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നെ ആരാ ഡോക്ടർ ഇവിടെ കൊണ്ടുവന്നത്? ഒരു ലേഡിയാണ് കൊണ്ടുവന്നത്. അവരവിടെ പുറത്ത് നിൽപ്പുണ്ട്. മോന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അമ്മ എനിക്ക് ഓർമ്മ വന്നു. അമ്മയെ ഇടിക്കാതിരിക്കാൻ കാറ് വെട്ടിത്തിരിച്ചപ്പോഴാ ആക്സിഡന്റ് ഉണ്ടായത്. ക്ഷമിക്കണം, കാറ് വരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു മോനെ. അയ്യോ, അങ്ങനെയല്ല. കാറിന്റെ ബ്രേക്കിന് എന്തോ മിസ്സിംഗ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ ബോധം പോയി. കണ്ണു തുറന്നപ്പോൾ ആശുപത്രിയില്ല. ഡോക്ടറാ പറഞ്ഞത് ഒരു ലേഡിയാ എന്നെ ഇവിടെ കൊണ്ടുവന്നെന്നും പുറത്തിരിപ്പുണ്ടെന്നും. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്തായാലും വേറെ കുഴപ്പമൊന്നും പറ്റില്ലല്ലോ. ഭാഗ്യം. ഒരു കാര്യം ചെയ്യാം, ഞാൻ തിരിച്ചു പോകുമ്പോൾ അമ്മയങ്ങ് വീട്ടിലിറക്കാം. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ ജീവൻ രക്ഷിച്ച ആളെ ഇങ്ങനെ വഴിയിൽ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ലല്ലോ. അമ്മ ഇവിടെ നിൽക്കേ, ഞാൻ ബില്ലും നടച്ചിട്ട് വരാം. എനിക്കൊരു മോനുണ്ടായിരുന്നു. കുഞ്ഞിലെ തന്നെ എനിക്ക് അവനെ നഷ്ടപ്പെട്ടു പോയി. അല്ല, നഷ്ടപ്പെടുത്തിയതാ. ഞാൻ അവനെ ഉപേക്ഷിച്ചു പോയതാ. ഇപ്പൊ അവനുണ്ടായിരുന്നെങ്കിൽ ഈ പ്രായമായിരുന്നേനെ. എന്റെ മോൻ ഇതുപോലെ ഇരുന്നേനെ. ഞാൻ ഒരു വട്ടം മോനെ നിന്ന് വിളിച്ചോട്ടെ? എന്താ ഒന്നും പറയാത്തത്? ഞാൻ മോനെ നിന്ന് വിളിച്ചോട്ടെ? ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? ഗൗതം എന്റെ മകനാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷം അവനൊന്ന് കാണാൻ, ഒരു നിമിഷം അവനോടൊപ്പം ഇരിക്കാൻ, അവന്റെ ചിരിയും സന്തോഷവും ഒന്ന് കാണാൻ എന്തുമാത്രം കൊതിച്ചിട്ടുണ്ട് ഞാനെന്ന് അറിയോ നിനക്ക്? എന്റെ മകനെ ഒന്ന് അരികിൽ കിട്ടാനായി അലഞ്ഞു നടന്നിട്ടുണ്ട് ഞാൻ. അതിനിടയിലാ ഞാൻ ഗൗതമിന്റെ അമ്മയാണെന്ന സത്യം നീ തിരിച്ചറിഞ്ഞത്. എന്റെ അരികിലെത്തിയ നീ ഒറ്റ കാര്യം മാത്രമേ എന്നോട് ആവശ്യപ്പെട്ടുള്ളൂ. ഒരു കാരണവശാലും ഗൗതം ഈ സത്യം അറിയരുതെന്ന്. ആരും ഞാൻ ആരാണെന്ന് സത്യം അറിയരുതെന്ന് ശാഠ്യം പിടിച്ചതിന് പിന്നിൽ നിനക്ക് ഒരുപാട് കാരണങ്ങളുണ്ടായിരുന്നു. ഗൗതം ഈശ്വരമംഗലത്തെ സന്തതി അല്ല എന്ന സത്യം ഒരിക്കലും ഗൗതം അറിയരുതെന്നുള്ള പിടിവാശി. ഗൗതമിനെ പാർവതിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള നിന്റെ ഭയം. അതിനെല്ലാത്തിനും എനിക്ക് വഴങ്ങിത്തരേണ്ടി വന്നു. ഈ അവസാന നിമിഷം മരണക്കിടക്കയിലാവുന്നതുവരെയും ഞാൻ നിന്റെ മുന്നിൽ വാശി കാണിച്ചിട്ടില്ല. സത്യമല്ലേ പറഞ്ഞത് നിധി? ഞാൻ ഒടുവിൽ എന്റെ ആഗ്രഹങ്ങളുടെ ഒരു പാതി ദൈവം സാധിച്ചു തന്നു. ഈശ്വരമംഗലത്തെ വീട്ടിൽ വീട്ടുവേലക്കാരിയായിട്ടെങ്കിലും എന്റെ മോനോടൊപ്പം എനിക്ക് ആ വീട്ടിലേക്ക് വന്നു കയറാൻ പറ്റിയില്ലേ?
വരൂ അമ്മേ. ആഹാ, ഇത് നിർമ്മലാമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടായി. ആ, എല്ലായിടത്ത് മുറിയിൽ കൊണ്ടുവച്ചേക്ക്. ഇനി മുതല് ഈ ഭംഗിയുള്ള സാരികൾ വേണം കൊടുക്കാൻ. മോനെ, മോൻ എന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കൂ. പിന്നെന്താ? മനസ്സിന് സങ്കടം വരുമ്പോ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരിക്കരുത്. എന്തുണ്ടെങ്കിലും മോനെ അമ്മയോട് പറയാം. മതി. ഗൗതം, മോനെ, ദാ കുടിക്കേ. നിർമ്മലമ്മ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഡോക്ടറെ കാണാൻ പോയ ഗൗതമിനെ കാണുന്നില്ലല്ലോ നിധി. എന്തുപറ്റി? എന്താന്നറിയില്ല. ഇപ്പൊ വരൂ ആന്റി. മോനെ കാണാൻ അത്രയ്ക്ക് ധൃതിയായോ? ദേ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആന്റി. തൽക്കാലത്തേക്ക് ഗൗതമിനോടൊന്നും പറയരുത്. ഇതുവരെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇടപഴകിയാ മതി. പ്ലീസ് ആന്റി. ഞാൻ നിന്റെ വാക്കുകൾ വീണ്ടും വിശ്വസിക്കുക. കാത്തിരിക്കും ഈ അമ്മ. എന്നെങ്കിലും സത്യം ഗൗതമിനോട് നീ തുറന്നു പറയുന്നത് വരെ. അത് മതി ആന്റി. പിന്നെ ഞാനും കൂടി ഒന്ന് ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലട്ടെ. എന്താ കാര്യമെന്നറിയാലോ. ഇനി ആന്റിയെ വേറെ ഹോസ്പിറ്റലിലെങ്ങാനും മാറ്റണമെങ്കിൽ ഇന്ന് തന്നെ അതിനൊരു തീരുമാനം എടുക്കാം.